ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കിച്ചണൊന്ന് മൊത്തത്തിലൊന്ന് ചായ മാറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അത് കിച്ചണൊന്ന് മൊത്തത്തിൽ മാറ്റിയെടുക്കുക എന്നുള്ളൊരു തീരുമാനം വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കണ്ടില്ല, ആ കൗണ്ടർ ടോപ്പിൽ അത് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും എത്ര നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചാലും ഒരു മെന ആവണില്ല. അതിന് മുകളിലുള്ള ആ ടൈല് 2 കളറിലാണ് വന്നിരിക്കുന്നത്. നേരെ റാശി പറഞ്ഞ് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു വാൾപേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ആ ഒരു വൃത്തിയോടെ അങ്ങോട്ട് മാറിക്കിട്ടും എന്ന് പറഞ്ഞു. അവസാനം മൊത്തത്തിൽ അങ്ങോട്ട് ചായ മാറ്റാന്നുള്ള തീരുമാനത്തിലെത്തി ഞങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ അവിടെയുള്ള കിച്ചണിലെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി, അതുപോലെ തന്നെ കബോർഡിലുള്ള പാത്രങ്ങളും ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ മൊത്തത്തിലൊന്ന് അടിച്ചിങ്ങാറ്റൊന്ന് തുടച്ചെടുത്തു. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ തുടച്ചതിന് ശേഷം ആ മുകളിലുള്ള ആ ഷീറ്റിലെ അതവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ സാധനങ്ങൾ മാറ്റുന്നതും ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷമാണ് ആ ഷീറ്റ് വിരിച്ചത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കസേരൊക്കെ ഇട്ട് കയറി നിന്നിട്ടാണ് അത് വൃത്തിയാക്കി എടുത്തത്. അപ്പോൾ ഷീറ്റൊക്കെ വിരിച്ചിട്ടതിന് ശേഷം ഇനിയിപ്പോൾ ആ ഒരു കള്ളികളില്ലേ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വെച്ച് കൊടുക്കണം. ഈ ക്യാൻഡിലൊക്കെ കത്തിക്കുന്നത്, അതുപോലെ സ്ട്രോ, ആ ക്യാൻഡിൽ കത്തിക്കുന്നതിൻ്റെ ചാർജർ, ഇത്രയും ഒരു കള്ളിയിൽ ഇട്ട് കൊടുത്ത്. സ്റ്റാപ്ലറും സ്ക്രൂ ഡ്രൈവറൊക്കെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ട് ബാക്കി പാക്കറ്റിൽ ഉണ്ടാവില്ല, അപ്പോൾ ആ പാക്കറ്റ് ഒന്ന് ഇതാക്കി വെക്കാനും, അതുപോലെ തന്നെ കുക്കറിൻ്റെ ഇതൊക്കെ ടൈറ്റ് ചെയ്യാനാണ് സ്ക്രൂ ഡ്രൈവർ. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ 3 കള്ളിയിലായിട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറ് വെച്ച് കൊടുക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസർ, ഫ്ലാസ്ക്, പിന്നെ ഒരു ചിമ്മിനി, ഇത്രയാണ് കേട്ടോ ഫ്രിഡ്ജിന്മേൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിലെ പാത്രങ്ങളൊക്കെ എടുത്തിങ്ങാണ്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഈ കബോർഡിലേക്ക് പാത്രങ്ങളൊക്കെ തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് പകലാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാൾപേപ്പർ ഒട്ടിക്കുന്നത് റാശിയാണ് കേട്ടോ. കാരണം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കൊള്ളാവും എന്നുള്ളത് കൊണ്ട് തന്നെ റാശി വന്നിട്ട് റാശി തന്നെ ഒട്ടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേനും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാൾപേപ്പർ ഒട്ടിക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ ആ കബോർഡിൽ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്പൂണ്, കയ്യിൽ ഇങ്ങനെയുള്ളതൊക്കെ ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിലത്തെ ഇതിൽ മൺചട്ടി കാര്യങ്ങളൊക്കെ അടിയിലത്തെ ഇതിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ നിങ്ങൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ആ ഒരു ഭാഗം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡുമ്മലാണ് കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം ചെയ്യാം. അപ്പോൾ അത് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡുമ്മേ ഗ്ലാസ്സുകളും അതുപോലെ തന്നെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഉണ്ട്, പിന്നെ അരിയുടെ ബക്കറ്റ്, പിന്നെ സ്നാക്സിൻ്റെ ബോക്സ്, അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി ഇവിടെ നിന്ന് തുടങ്ങിയെടുക്കുന്നത് നൈറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒട്ടിച്ച് വന്നപ്പോൾ ഈ വാൾപേപ്പറൊക്കെ സെലക്ട് ചെയ്തതൊക്കെ റാശി തന്നെയാണ് കേട്ടോ. അപ്പോൾ വാൾപേപ്പർ വെച്ചിട്ട് ആദ്യം മൊത്തത്തിൽ അവിടെ ഒന്ന് അളവെടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് പിന്നെ ഒട്ടിക്കണം കേട്ടോ. ഈ വാൾപേപ്പർ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കൊള്ളാം. കാരണം ഇത് ഭയങ്കര സ്റ്റിക്കാണ് കേട്ടോ. ഇത് അലുമിനിയം ഫോയിലില്ലേ, അങ്ങനെ എന്തോ ഇനി പറയാമെന്ന് എനിക്കറിയില്ല. അലുമിനിയം ഫോയിൽ പോലത്തെ ഒരു വാൾപേപ്പറാണിത്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടിച്ച് പോയിട്ട് പിന്നെ ഉരിച്ചെടുക്കാനായിട്ട് നല്ല പാടുണ്ട്. ഇത് ചൂട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഓയിലായിട്ടുണ്ടെങ്കിൽ തുടയ്ക്കാൻ കടലാസില്ലല്ലോ, അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും ഒരു പ്രശ്നമില്ല. വെള്ളമായാലും കുഴപ്പമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വാൾപേപ്പറാണ് കേട്ടോ. ഖത്തറിലുള്ള ആർക്കെങ്കിലും ഈ ഒരു വാൾപേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോഹ സെൻറ്ററില്ലേ, മത്താർ കദീം, അവിടെ ഈ സംഭവം ഉണ്ട്. പലതരത്തിലുള്ള വാൾപേപ്പർ ഉണ്ട് അവിടെ. പക്ഷേ ഈ ഒരെണ്ണം നിങ്ങൾ നോക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു അലുമിനിയം ഫോയിൽ പോലത്തെ ഈ ഒരു സംഭവം നോക്കിയെടുക്കണം. എനിക്കിത് കറക്റ്റ് എന്താ പറയാമെന്ന് അറിയുന്നില്ല. അതാണ് ഞാൻ അലുമിനിയം ഫോയിൽ പോലെയാണിത്. അപ്പോൾ റാശി ഇവിടെ ഇത് തകൃതിയായിട്ട് ഒട്ടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ബബിൾസ് വരാണ്ടും ചെരിയാണ്ടും ഒക്കെ ഒട്ടിക്കണം. കാരണം ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതൊന്ന് ശരിയായിട്ട് ഒട്ടിക്കാൻ, ഇത് ഉരിക്കാനായിട്ട് നല്ല പാടുണ്ട്. അത്രയും പശയുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഈ സംഭവം ഇരിക്കുന്നുണ്ട്. 2 ഡിസൈനാണ് കേട്ടോ ആ വാൾപേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ വീതി കുറവാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ താഴെ വേറെ ഡിസൈനാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കണേ. അപ്പോൾ അതായത് ഇവിടെ മൊത്തത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു സൈഡ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നതൊക്കെ ഒരു തിളക്കത്തോടു കൂടി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ താഴെ ഒട്ടിക്കാനായിട്ട് ഈ ഒരു ഡിസൈനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു റോളിന് നല്ല വീതി ഉണ്ട് കേട്ടോ. ഇത് മറ്റേതിന് വീതി കുറവായിരുന്നു, പക്ഷേ ഇതിന് നല്ല വീതി ഉണ്ട്. അപ്പം ഇതും ഒന്ന് മൊത്തത്തിലൊന്ന് അളവെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം ഒട്ടിക്കണേ.
ഇതാ കണ്ടില്ലേ, അലുമിനിയം ഫോയിൽ പോലത്തെ ഒരു ഷീറ്റാണിത്. താഴെ ഒരു സ്ലാബ് ഒട്ടിക്കാനായിട്ട് വലിയ റിസ്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ഭാഗം ഒട്ടിക്കാനായിട്ട് അത്യാവശ്യം നല്ലോണം സമയം എടുത്തുട്ടാ. കാരണം നല്ല പാടുണ്ടായിരുന്നു ഇവിടുന്ന്. ഈ കാരണം ചുളുക്കും അതുപോലെ ബബിൾസും വരാണ്ട് ഒട്ടിച്ചെടുക്കണ്ടേ. അപ്പോൾ ആ ഒരു മുകൾ ഭാഗം ഒട്ടിക്കാനായിട്ട് അത്യാവശ്യം ടൈം എടുത്തു. താഴെ പെട്ടെന്ന് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഒരു കോർണറിൽ ആ ഒരു ഭാഗമില്ലേ, അവിടെയും കൂടെ ഒട്ടിക്കാനുള്ളൂ. വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മൊത്തത്തിലൊന്ന് മാറിയിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഈ ഒരു സൈഡ് മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈറ്റ് നമുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് ടെമൂന്ന് വാങ്ങിയിട്ടുള്ള ലൈറ്റാണ്. നമുക്ക് എവിടെയാണ് ഒട്ടിക്കേണ്ടത് അവിടുത്തെ ഒരു മെഷർമെൻറ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തത്. ഇതിനകത്ത് കുറച്ച് ടെമൂൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ വാൾപേപ്പർ മൊത്തം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഈ ലൈറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ആ ഒരു ബ്ലൂ കളറിൽ കാണില്ലേ, അത് ഇങ്ങനെ ഉരിച്ചെടുത്തിട്ട് നേരെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ, അതായത് ആ ഒരു കോർണർ ഭാഗമില്ലേ അവിടെ ആയിട്ടാണ് ഇങ്ങനെ ഈ ലൈറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് ഓർഡർ ചെയ്ത് അതേ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ഈ ഒരു ഇത് കിട്ടിയിട്ടാണ്. ഇങ്ങനെ ആ ലൈറ്റ് മൊത്തം അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കിച്ചൺ മേക്ക് ഓവർ ചെയ്യുന്നതിന് മുന്നേ തുടങ്ങി ഈ ഒരു ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. കബോർഡിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് മാഗ്നറ്റാണ്. നമുക്ക് ചാർജ് തീരുമ്പോൾ അത് എടുത്തുങ്ങായിട്ട് ചാർജ് ചെയ്തിട്ട് പിന്നെയും കൊണ്ടുവയ്ക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ റാഷിദ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഞങ്ങളുടെ റൂമിലും റാഷി വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ഒട്ടിച്ചിരിക്കുന്ന വാൾപേപ്പർ കടലാസാണ് കേട്ടോ. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണത്. അത് നമ്മളിങ്ങനെ ഉരിച്ചെടുത്ത് ഒട്ടിക്കുന്നതല്ല കേട്ടോ. അത് ഫുള്ള് പശ തേച്ച് ഒട്ടിച്ചിട്ടുള്ളതാണ്. പക്ഷെ നല്ല കട്ടിയുള്ള പേപ്പറാണ്. ഡിസൈനൊക്കെ നല്ല കൊത്ത് പണിയില്ലേ, അതുപോലെ വന്നിരിക്കുന്നതാണ്. ഞാനപ്പോൾ ആ വാൾപേപ്പറിൻ്റെ കിച്ചണിലെടുത്തപ്പോൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിച്ചു വേണം കേട്ടോ. ഇനി ഇത് എൻ്റെ ചെറിയ കലാവിരുദ്ധകളാണ് കേട്ടോ. ആദ്യം ഞങ്ങളൊന്ന് വെച്ച് നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ഒട്ടിച്ചേക്കാന്ന് വിചാരിച്ചു. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇലയുടെ ഇതില്ലേ, അത് ടെമൂന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ ലൈറ്റിന് താഴെയായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് മൊത്തം ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ കൗണ്ടർ ടോപ്പില്ലേ അവിടെ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു റാക്ക് ടെമൂന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ ഓയിലും കാര്യങ്ങളൊക്കെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടെമൂന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. സ്റ്റീലിൻ്റെ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത്. ഇനി ആ കോർണറിലായിട്ട് മണ്ണിൻ്റെ കൂജില്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അവിടെ ഇതിനെ കൂജാന്നാണ് കേട്ടോ പറയാ. നിങ്ങളുടെ അവിടെയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അതവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു റാക്കിൽ വെക്കാനുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നേരെ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ ഒരു സ്പ്രേ ബോട്ടിലിൽ വെളിച്ചെണ്ണ നിറച്ചിട്ടുണ്ട്. അതും പിന്നെ ഈ ഒരു കാൻഡിലിൻ്റെ ഈ ഒരു ഇതും മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും എടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഈ ഒരു റാക്കിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മുകളിലെ ഭാഗം സെറ്റ് ആയിട്ടുണ്ട്. ഇനി താഴെ വെച്ച് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പില്ലേ അതിൻ്റെ ഒരു ബോട്ടിലും പിന്നെ നെയ്യ് അതൊരു ബോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് ഉപ്പിലിട്ടത്, പിന്നെ ഇത് നെസ്കഫയുടെ കോഫി പൗഡറില്ലേ അതിൻ്റെ പാക്കറ്റുകൾ ഇതുപോലെ ബോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കറുവപ്പാട്ടയുടെയും ഇഞ്ചിയും തേനും അതിൻ്റെ ഒരു ടീ ബാഗാണ് കേട്ടോ. അതും ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കോർണർ ഭാഗം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റാക്കിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാനത് ഇടാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആണ്. അങ്ങനെ ആ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇപ്പുറത്തെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തെടുക്കണം. ഒട്ടുമിക്ക വീഡിയോയിലും കാണുന്ന ഒരു ട്രേ ആണ് കേട്ടോ അത്. ആ ഒരു മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ. ആ ട്രേ ഞങ്ങൾ ഐക്യന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇനി ഈ ഉപ്പിട്ട് വെക്കുന്ന ഭരണിയില്ലേ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു ബീച്ച് ഫെസ്റ്റിവലിന് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ആ ഒരു ഭരണി.
അങ്ങനെ ഇതെല്ലാം ഒന്ന് തുടച്ചിങ്ങാനിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു ഉപ്പിൻ്റെ ഭരണിയും പിന്നെ ആ ഒരു ക്യാൻഡിലും പിന്നെ മണി പ്ലാന്റും പിന്നെ ഒരു ബോട്ടിൽ വെള്ളമാണ് കേട്ടോ ആ ഒരു ട്രേയിൽ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ബോട്ടിലിൽ വെള്ളം എപ്പോഴും വെക്കും കേട്ടോ. നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുപ്പിയിൽ വെള്ളമാക്കി വെക്കുന്നത്. അങ്ങനെ ആ ഒരു ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പ് അതിരുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്ക് സൈഡിലും ആ ഒരു അടിയിലൊക്കെ ആ ഒരു വാൾപേപ്പർ വന്നപ്പോൾ ഇപ്പോൾ അതിരിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി ഇതാ ഈ ഒരു ഫ്ലവർ വൈസില്ലേ ഇതിനകത്തേക്ക് ഈ ഒരു തൂവൽ പോലത്തെ സാധനമില്ലേ ഇതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം 10-12 എണ്ണം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിങ്ങാനിട്ട് ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ചുറ്റി കൊടുത്തിട്ടാണ് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ കമൻറ്റ് ബോക്സിലിടാം. നല്ല ക്വാളിറ്റിൻ്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കാണ് ആ ഫ്ലവർ വേസിൻ്റെ മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അതുപോലെ തന്നെ ആ ഒരു ബ്ലൂ കളറിലുള്ള ആ ഒരു സംഭവം നല്ല രസമുണ്ട് കാണാൻ. അത് രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പും സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിച്ചണിൻ്റെ മേക്ക് ഓവർ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പഴയ കിച്ചണും ഇപ്പോഴത്തെ കിച്ചണും തമ്മിൽ നല്ലൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ഇടണേ. ഫ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതുമേലാണ് മിക്സിയും എയർ ഫ്രയറൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ആ ഒരു സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ടിഷ്യൂ റാക്ക് കൊടുത്തിരിക്കുന്നത്. ടിഷ്യൂൻ്റെ ഇത് ഇരുന്നിരുന്നത് കബോർഡിൻ്റെ മേളിലായിട്ടാണ് ഇരുന്നിരുന്നത്. അത് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റി. പിന്നെ ആ സൈഡിൽ തന്നെ നമ്മുടെ കവറുകൾ ഇട്ട് വയ്ക്കുന്നതും ആ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട്. ഉള്ളിക്കൊട്ടയും ആ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു കോർണർ ഇങ്ങനെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അധികം സ്ഥലവും പോയിട്ടില്ല, എന്നാൽ എല്ലാം നല്ല നീറ്റായിട്ട് ഇരിക്കണമുണ്ട്. പാത്രം കഴുകണ ബേസിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് പാത്ര സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു കച്ചറ ബോക്സും വെച്ചിട്ടുണ്ട്. ഇനി ഈ കിച്ചൺ മൊത്തത്തിലൊന്ന് കാണാം. അത്യാവശ്യം നല്ല വലിയ കിച്ചൺ തന്നെയാണ് കേട്ടോ ഇത്. ഇനി ലൈറ്റ് ഓഫ് ചെയ്തിട്ടും ലൈറ്റ് ആയിട്ടുള്ള മൊത്തത്തിലുള്ളതൊന്ന് കാണാം. ഞങ്ങൾക്ക് 2 പേർക്കും കിച്ചൺ ഇങ്ങനെ മൊത്തത്തിലൊന്ന് മാറ്റി മറിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ആ വാൾപേപ്പർ ഒട്ടിക്കുന്ന ആ ഒരു സംഭവമായിരുന്നു കേട്ടോ. വാൾപേപ്പർ ഒട്ടിക്കാനായിട്ട് അത്യാവശ്യം കുറച്ച് പാടുണ്ടായിരുന്നു. ഒട്ടും കട്ടില്ലാത്തൊരു വാൾപേപ്പറാണത്. പിന്നെ അത്രയും പശയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഒട്ടിക്കുന്ന സമയം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ ഒട്ടിച്ചത്. ഞാനല്ല റാശിയാണ്. പക്ഷേ റാശിയത് വളരെ സിമ്പിളായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ നല്ല പെർഫെക്ഷനോടുകൂടി തന്നെ അത് ഒട്ടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.